ഡിജിറ്റൽ തട്ടിപ്പുകൾ സ്ഥിരവാർത്തയായി മാറിയിരിക്കുകയാണിപ്പോൾ. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ആസൂത്രണവും നടപ്പാക്കലുമായാണ് തട്ടിപ്പുകാർ രംഗത്തെത്തുന്നത്. വലയിൽ കുടുങ്ങുന്നതോ അഭ്യസ്ത വിദ്യരും ഉന്നത ജോലിക്കാരും. നമ്മുടെ ചെറിയൊരു അശ്രദ്ധയോ അറിവില്ലായ്മയോ കൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതോടെ തട്ടിപ്പുകാർ അടുത്ത ഇരയെ തേടിപ്പോകും. ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് ചെയ്യാനാകുന്ന കാര്യം. ചില പ്രധാന തട്ടിപ്പുകൾ അറിഞ്ഞുവെക്കുന്നതും പറ്റിക്കപ്പെടാതിരിക്കാൻ സഹായകമാകും. അതിൽ ആദ്യത്തേത് ബാങ്കിംഗ് തട്ടിപ്പുകളാണ്. ഇവർ പ്രധാനമായും സമ്മാന വാഗ്ദാനത്തിലൂടെയും അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിലൂടെയുമാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഇന്നത്തേക്ക് മാത്രമുള്ള ഓഫർ അല്ലെങ്കിൽ അവസാന ദിവസം ഇന്ന് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും സന്ദേശങ്ങൾ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ചെയ്യാത്ത പക്ഷം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടുമെന്നായിരിക്കും മെസ്സേജ്. പണം, വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങനെ പലതും ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്നതോടെ നഷ്ടമാകും. അടുത്തത് ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന IRCTC ആപ്പിന് വ്യാജൻ സൃഷ്ടിക്കുകയും ഉപയോക്താക്കളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗൂഗിൾ അക്കൗണ്ടിലെയും വിവരങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്യുകയാണ് തട്ടിപ്പുകൾ. വ്യാജ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണുകളിലെ വീഡിയോകൾ വരെ തട്ടിപ്പുകാർക്ക് ശേഖരിക്കാൻ കഴിയും. ഓണം, ക്രിസ്മസ്, ദീപാവലി, നവരാത്രി തുടങ്ങിയ ആഘോഷവേളകളും സൈബർ തട്ടിപ്പുകാർ മുതലെടുക്കുന്നുണ്ട്. ഈ സമയത്ത് പല കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും വലിയ ഓഫറുകളും ഇളവുകളും പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളുടെ പേരിനോട് സാദൃശ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചാണ് ഇക്കൂട്ടർ തട്ടിപ്പുകൾ നടത്തുന്നത്. യഥാർത്ഥ URL മറച്ചുവെക്കാൻ ഷോർട്ട് URLകളാണ് ഇവർ കൂടുതലായി ഉപയോഗിക്കുക. നിങ്ങൾ വലിയ സമ്മാനങ്ങളും ഗിഫ്റ്റ് കാർഡുകളും നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള സന്ദേശങ്ങളും മറ്റൊരു തട്ടിപ്പാണ്. പ്രിയ ഉപഭോക്താവെ, അഭിനന്ദനങ്ങൾ, നിങ്ങൾ വലിയൊരു സമ്മാനത്തിന് അർഹനായിരിക്കുന്നു എന്നായിരിക്കും സന്ദേശം ലഭിക്കുക. സൗജന്യമായി ലഭിക്കുന്ന സമ്മാനം നേടാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തട്ടിപ്പുകാരുടെ വലയിൽ വീഴുകയും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ നഷ്ടമാവുകയും ചെയ്യും. ടാക്സ് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്ന വാഗ്ദാനവുമായും സാധാരണ മെസ്സേജുകളിലൂടെ തട്ടിപ്പുകാർ എത്തുന്നുണ്ട്. റീഫണ്ട് ലഭിക്കാൻ അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇതോടെ അക്കൗണ്ട് വിവരങ്ങൾ തട്ടിപ്പുകാർ ശേഖരിച്ച് പണം കവരുകയും ചെയ്യും. QR കോഡുകൾ സ്കാൻ ചെയ്യിപ്പിച്ചുള്ള തട്ടിപ്പുകളും ഇന്ന് സാധാരണമാണ്. മെസ്സേജുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇമെയിലിലൂടെയും മറ്റും തട്ടിപ്പ് QR കോഡുകൾ അയക്കുകയും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ വ്യക്തിഗത സാമ്പത്തിക വിവരങ്ങൾ കവരുകയുമാണ് തട്ടിപ്പുകാരുടെ രീതി. ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനാവുക. ഏതെങ്കിലും വിധത്തിലുള്ള തട്ടിപ്പിന് ഇരയായാൽ ഉടനെ നിയമസഹായം തേടുക.